ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ നമുക്കിവിടെ ബേസ് 2-ൽ രണ്ട് നമ്പേഴ്സിൻ്റെ അഡീഷനാണ്. എന്നിട്ട് നമുക്ക് ഈ ആഡ് ചെയ്തിട്ടുള്ള നമ്പർ ബേസ് 10-ൽ സാധാ ഡെസിമൽ നമ്പറിലുമാണ് തന്നിരിക്കുന്നത്. അപ്പം ബേസ് 2-ൽ ആഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 1011 പ്ലസും 1001 എന്നുള്ളതുമാണ്. അപ്പോൾ ഇത് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 20 ആണ്. അതായത് ബേസ് 10-ൽ സാധാ ഡെസിമൽ നമ്പറാണ് കിട്ടേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം 1011 എന്നുള്ള നമ്പർ എഴുതി, അതിനുശേഷം അതിൻ്റെ താഴെ നമ്മൾ 1 2 4 8 എന്നുള്ള രീതിയിൽ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതി. അതിനുശേഷം 1ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് നമ്മൾ കൂട്ടി. 8 + 2 + 1 എന്നുള്ളതാണ്. അതായത് 8ഉം 2ഉം 1ഉമാണ് 1ൻ്റെ താഴെ വരുന്നത്. അപ്പം അതും ഒന്നും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 11 എന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ എടുത്തു 1001. അത് ഇതുപോലെ തന്നെ നമ്മൾ റൈറ്റിന് ലെഫ്റ്റിലോട്ട് എഴുതുക 1 2 4 8 എന്നുള്ളത്. അതിനുശേഷം 1ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് നമ്മൾ കൂട്ടുവാണ്. 1ൻ്റെ താഴെ വരുന്നത് 8ഉം 1ഉമാണ്. അപ്പോൾ 8 + 1 = 9. അപ്പോൾ നമുക്കിവിടെ രണ്ട് നമ്പേഴ്സാണ് കിട്ടിയിരിക്കുന്നത്, 11ഉം 9ഉം. ഇനി നമ്മൾ അപ്പോൾ ഇത് സാധാ നമ്പറായി, ഇനി നമ്മളിത് കൂട്ടിയാൽ മതി. സോ 11 + 9 = 20 എന്ന് കിട്ടും. അതായത് നമ്മൾ ബേസ് 10-ൽ എഴുതിയാലും സാധാ രീതിയിൽ എഴുതിയാലും 20ക്ക് മാറ്റമില്ല, കാരണം ഡെസിമൽ നമ്പറാണ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത്, അതായത് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് 1011 എന്നുള്ള ബേസ് 2-ലെയും 1001 എന്നുള്ള ബേസ് 2-ലെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 20 ആണ്.